ഇവിടെ മലപ്പുറത്തിന്റെ ജനങ്ങളെ വന്നും കണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ച ചെറ്റത്രണ്ടല്ലോ, അത് എൻ്റെ പ്രസ്താവനയൊക്കെ കേട്ട അങ്ങനെ തോന്നി. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ശ്വാസം വിടാൻ കഴിയണില്ലല്ലോ, വായു പോലും ശരിക്കും ശ്വസിക്കാൻ കഴിയണില്ല. ഇവന്റെ തറവാട്ടിന്ന് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടൊന്നും കണ്ടല്ലേ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വായു എടുത്ത് പിടിപ്പിച്ചും കൊണ്ടിരിക്കണത്. ഒന്ന് പോടാവിടുന്ന്. ഈ മലപ്പുറത്തിന്റെ സ്നേഹവും ഐക്യമൊക്കെ ലോകം ചർച്ച ചെയ്തതാണ്. കരിപ്പൂരിൽ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ അത് ഒത്തൊരുമിച്ചുകൊണ്ട് വലിയൊരു ദുരന്തത്തെ അകറ്റി ആ സ്നേഹത്തിന്റെ ആ കരുതലിൻ്റെതൊക്കെ ഒരുപാട് ഇവിടെ വലിയ വലിയ ആളുകളും ലോകം തന്നെ അതിനെ ചർച്ച ചെയ്തതാണ്. അതിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾ മലപ്പുറത്തേക്ക് വേണ്ട. അനക്ക് രാഷ്ട്രീയം വളർത്താനും അതിൽ കള്ളും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ഈ വർഗീയതയാണ് ചീട്ടിയെങ്കിൽ അതിനെയൊക്കെ ചവറ്റുകൊട്ടയാണ് സ്ഥാനം എന്നുള്ളത് താനൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നിന്നെ പോലെയുള്ള നാറികളോട് പറയാനുള്ളത്, നിന്റെ ജില്ലയിൽ നിന്ന് വന്നുകാണ്ട് ഇവിടെ മലപ്പുറത്ത് വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ സെറ്റിലായ ആളുകളുണ്ട്. ഈ മലപ്പുറത്ത് ജോലി ചെയ്ത ഈ എത്രമാനം ഉദ്യോഗസ്ഥന്മാര് മലപ്പുറത്തിന്റെ ജീവിതശൈലി, ഇവിടെ ജീവിക്കാനുള്ള സുഖകരമായ അവസ്ഥകളെ കുറിച്ച് പലരും പല വിധത്തിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുക. അങ്ങനത്തെ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയിട്ട് ചോദിക്ക്, എൻ്റെ ചവിട്ടാണി കുറ്റി അടക്ക 2 തന്നിട്ടേ അവരെന്നോട് ഇതിന് മറുപടി പറയുള്ളൂ. ഇവനൊക്കെ മറുപടി ശരിക്കും ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം കേട്ടോ. കാരണം മലപ്പുറത്തിന്റെ സ്നേഹവും ആ കരുതലും ഒക്കെ അനുഭവിച്ച ആ ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവനെ പോലെയുള്ള വർഗീയ വിഷങ്ങൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരാമർശം നടത്തിയിട്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇത് അനുഭവമുള്ള മലപ്പുറത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, മലപ്പുറത്തിന്റെ കരുതലിനെ കുറിച്ച്, മലപ്പുറത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള ആളുകൾ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളണം. മാത്രമല്ല SNDPയുടെ ഇവര് കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ പ്രസ്താവനയെ തള്ളിക്കളയണം. കാരണം ഇവിടെ വളരെ സൗഹൃദപരമായി, ഇവിടെ ആരെങ്കിലും ഒരു രോഗി ഉണ്ടെങ്കിൽ അത് ജാതിയോ മതമോ നോക്കിയിട്ട് നമ്മൾ പിരിവും കാര്യങ്ങളും നടത്തല്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കൈകോക്കാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടേക്കാണ് നിങ്ങൾ ഈ SNDP എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വർഗീയത പറയുന്ന ഇത്തരം വിഷവിത്തുകളെ കൊണ്ടുവന്ന് കണ്ട് ഈ നാടിനെ മലീമസമാക്കുന്നത്. നിങ്ങൾ അത്തരം പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വരണം. ഈ വെള്ളാപ്പള്ളിയെ നിങ്ങൾ തള്ളണം. അതല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മനോഭാവവും ഇങ്ങനെ തന്നെയാണ്, ഒരു കാര്യമില്ല ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തന്നെ കരുതും. കാരണം അത്രയും സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഈ മലപ്പുറം ജില്ലേനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പച്ചത് ബുദ്ധിമുട്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇങ്ങനെയുള്ള ഒരു ജില്ലയെക്കുറിച്ച് പച്ച നുണ പറയാന് ഇവനെപ്പോലുള്ള വർഗീയവാദികൾ കാലങ്ങളായിട്ട് ഇവൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇപ്പൊ അടുത്ത് PC ജോർജിനെതിരെ എന്തോ ഒരു പ്രസ്താവന ലൗഹ് ജിഹാദുമായി ബന്ധപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന. അന്ന് കുറെ ആൾക്കാർ ഇവന്റെ ഈ പ്രസ്താവന ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ ഇവനൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യമേ ബോധ്യമുള്ളത് കൊണ്ട് ആ വിഷയം തന്നെ സംസാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്റെ ഒരൊറ്റ കേസ് എത്തുള്ളൂ. ഇവൻ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെ വണ്ടി കയറ്റി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയുള്ളോ, പള്ള കുറിപ്പിച്ചുള്ളോ. അപ്പോ PC ജോർജ് ഒരു അന്യമതക്കാരനാണ്. ഓൻ വന്നെങ്ങാണ്ട് ഇപ്പം നമ്മളെ മതത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഇവന് കുയിന്തളകിയതാണ്. അതിൽ ഊലമ്മില്ല പ്രശ്നമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, തിന്ന് ജീവിക്കുക. ഇപ്പൊ ഇന്ന് PC ജോർജിന്റെ ഒരു പ്രസ്താവന കണ്ടില്ലേ, അതായത് ജബൽപൂരിൽ ആ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ആക്രമിച്ച ബജ്റംഗ് ദളിനെ ന്യായീകരിക്കുക PC ജോർജ്. നിങ്ങൾ കൊണ്ട് നടന്ന് ഏറ്റിക്കോളിയും ക്രിസ്ത്യൻ സമൂഹം, നിങ്ങൾ കൊണ്ട് നടന്ന് ഏറ്റിക്കോളി, അതിനൊരു കുഴപ്പമില്ല. ക്രിസ്ത്യൻ സമൂഹം കയറ്റിക്കോളി. ഇപ്പൊ പ്രസ്താവന വന്നു, അമ്പലത്തിന്റെ മുമ്പിൽ അലമ്പുണ്ടാക്കിയല്ലോ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ. എന്ത് അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ പ്രതികളെ പിടിക്കാൻ പോലും വൈകിയതിനെ അവിടെ വലിയ വിമർശനത്തിന് വിധേയമായി. അവിടെ പാവപ്പെട്ട ക്രിസ്ത്യൻ പുരോഹിതന്മാർ വരെ വലിയ വർഗീയപരമായ ചേരിതിരിവിന് ഇരയായി, അക്രമത്തിന് ഇരയായ ഒരു സംഭവത്തെ കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ PC ജോർജ് എന്ന് പറയുന്ന ക്രിസംഗി, അതാണ് ക്രിസംഗികളെ കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ടാകുന്ന വിപത്ത് വേറെ വലിയ വലിയ വിപത്താണ്. ആ വിപത്തിനെയാണ് ഇപ്പോ PC ജോർജിന്റെ വായയിലൂടെ ഇപ്പോ കുറച്ചു നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് വിസർജിച്ചത്. വർഗീയത പറയാ. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ സമുദായത്തിനും ആ സമൂഹത്തിനും ഉണ്ടാക്കുന്ന കേടുപാടുകൾ ചില്ലറയല്ല. അപ്പൊ ഇവരൊക്കെ ശരിക്ക് നമ്മുടെ സമൂഹത്തിന് ഛിദ്രത ഉണ്ടാക്കുന്ന, ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ നിലപാട്.
നമ്മൾ അതിന് തിരിച്ചറിയണം. ശക്തമായ നടപടി. ഞാൻ മനസ്സിലാക്കുന്നത് SDPI, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ചെറ്റത്തരത്തിനെതിരെ, ഈ നാറിയ വിഷയത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ SP-ക്കാണ് പരാതി കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയുടെ സൗഹൃദവും സ്നേഹവും മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം. നമ്മുടെ നാടിനെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ഉണ്ടാക്കിയ ഇത്തരം ജൽപ്പനങ്ങളുണ്ടല്ലോ, അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇവർ വെച്ച് പൊറപ്പിക്കുമ്പോഴാണ് നാളെ ഇതിനെ പോലെ വർഗീയ സംസാരിക്കുക. ഇവിടെ സ്നേഹത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി എന്തൊരു സുഖകരമായി ജീവിക്കുന്ന ഒരു നാടാ മലപ്പുറം ജില്ല. ഇത് ഭൂരിപക്ഷം നോക്കിയിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷം നോക്കിയിട്ടോ നമ്മൾ ആളുകളെ സ്നേഹിക്കൽ, അല്ലെങ്കിൽ മതം നോക്കിയിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ജില്ലയെ കുറിച്ച് പച്ച നുണ പറയുന്ന ഇവനെ പോലുള്ള പരനാറികളെ നിയമപരമായി നേരിടാൻ ഇവിടുത്തെ ഈ നാട്ടില് സുഖകരമായി ഈ നാടിന്റെ പൾസറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകൾ തന്നെ ഇവനെ നിലനിൽക്ക് നിർത്താൻ വേണ്ടി ഈ കേസിന്റെ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആരൊക്കെ പരാതി തന്നിട്ടുണ്ടോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം. അതേപോലെ തന്നെ SNDP-യുടെ മലപ്പുറം ജില്ലാ നേതൃത്വം ഈ പ്രസ്താവനയെ, ഈ വർഗീയ പ്രസ്താവനയെ തള്ളിക്കളയാനെങ്കിലും തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതേ മനോഭാവം തന്നെയാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടും. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.